കുളിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് തൊട്ടും പിടിക്കലും പറ്റത്തില്ല. എനിക്ക് ഓപ്പണായിട്ട് ഞാൻ പറയുക. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ സാറേ ഞാൻ തരത്തില്ല, സാറ് എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞു. ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് വൈകിട്ട് പോകുന്നത്. ഇതേപോലെ ഈ വീട്ടിലാണ് അവർ നിൽക്കുന്നത്. 9 അച്ഛന്മാരും 3 അമ്മമാരുമാണ് ഇവിടെ ഉള്ളത്. ഞാനിവിടെ വന്ന് ആ അമ്മേനെ നോക്കാൻ ഹോം നേഴ്സായിട്ട് വന്നതാണ്. വന്ന് ആ അമ്മേനെ നോക്കി അമ്മേനെ ഡ്രൈപ്പറൊക്കെ മാറ്റി ഞാൻ രാവിലെ ഇവിടുന്ന് പോകും. വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ പോവുകയാണ്. പിന്നെ എൻ്റെ അടുത്തും പുള്ളി നല്ല മോശമായിട്ടാണ് എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞത്. എന്നുവെച്ചാൽ എനിക്ക് ഓണർ പുള്ളി പറയണ പുള്ളിക്ക് തൊട്ടും പിടിച്ചൊന്നും പാടില്ല, പുള്ളിക്ക് നേരിട്ട് തന്നെ വേണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അത് ഞാനിവിടെ പോലീസുകാരോടും സാറുമാരോടൊക്കെ മെമ്പറിനോടൊക്കെ ഞാൻ അപ്പം തന്നെ പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു നീ പോകുന്നില്ലേ കൊച്ചേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോകുന്നില്ല, ഞാൻ 2-3 ദിവസത്തെ കഴിഞ്ഞിട്ടേ പോകണുള്ളൂ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ അണ്ണനെ അറിയത്തില്ല. അപ്പം ഞാൻ അപ്പം തന്നെ ബൈജു അണ്ണനെയും ഇവിടുത്തെ ഡ്രൈവറേയും ഞാൻ വിളിച്ചപ്പോൾ അവരോട് ഞാൻ കാര്യം പറഞ്ഞായിരുന്നു. എന്നിട്ട് അവർ ഈ പുള്ളിനെ വിളിച്ച് പറഞ്ഞെന്നാ എന്നോട് പറഞ്ഞത്. ഇവിടെ ശരിക്കും 12 പേരുണ്ട്. 3 അമ്മമാരും 9 അച്ഛന്മാരും. ഇല്ല ഒട്ടുമില്ല. അവർ 2 പേരൊക്കെ വെച്ചാൽ ഓരോ ബെഡിൽ കിടക്കുന്ന 6 കട്ടിലേ ഉള്ളു. അവിടെ 6 കട്ടിലേ ഉള്ളൂ. ഈ 12 പേര് അപ്പുറത്ത് 3 കട്ടില്, അവിടെ 3 അമ്മമാരാണ് കിടക്കുന്നത്. ഇപ്പുറത്ത് ഈ 9 അച്ഛന്മാരുടെ കട്ടില് 6 കട്ടിലേ ഉള്ളു. അത് അവർ ഈ 2 പേര് വെച്ചാൽ അതിനകത്ത് കിടക്കുന്നത്. ഞാൻ അന്നേരം അവരോട് ചോദിക്കുകയും ചെയ്ത് ഈ കട്ടിൽ ഇത്ര ഉള്ളോ, 2-3 കട്ടിലും കൂടി അവിടെ ഇടാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് സ്ഥലമില്ല, അങ്ങനെയാ ഇങ്ങനെയാ, ഞങ്ങൾക്ക് ബെഡില്ല, അങ്ങനെയൊക്കെ എന്നൊക്കെ അവർ പറയുന്നത്. ഇല്ല ഞാൻ വന്നേ പിന്നെയാണ് അവർക്ക് ഞാൻ ഇച്ചിരിയും കൂടി കൂടുതൽ ഭക്ഷണം ഇട്ട് കൊടുക്കാറ്. എന്ന് വെച്ചാൽ പുള്ളി ഇച്ചിരി ഭക്ഷണം ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയും ഓണർ. അവർക്ക് പക്ഷെ വിശപ്പ് മാറത്തില്ല. അവരുടെ പേര് മണിക്കുട്ടൻ എന്നാണ് ഇവർ വിളിക്കുന്നത്. പക്ഷെ ശരിക്കും പേര് എനിക്കറിയത്തില്ല. ഞാൻ വന്ന് 4 ദിവസമായിട്ടുള്ളൂ. എന്നെ ഇവിടെ ശരിക്കും വിളിച്ചത് ഓണറല്ല വിളിച്ചത്, ബൈജു എന്ന് പറഞ്ഞൊരു പുള്ളി എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഞാൻ ആ പുള്ളിയുടെ കെറഫിലാണ് ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. പിന്നെ ഞാൻ ആ പുള്ളി എനിക്ക് ഇന്ന് പണിപ്പൈസ തരണ്ട, ഇന്ന് എനിക്ക് അവർ തന്നിട്ടില്ല. എനിക്ക് ഇന്ന് തരാമെന്ന് പറഞ്ഞതാ. പിന്നെ അതുപോലെ തന്നെ ആ പുള്ളി എടുത്ത് ഞാൻ 2000 രൂപ എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് അതും ഞങ്ങളുടെ ഇവിടുത്തെ ഓണറിൻ്റെ അടുത്ത് നിന്നല്ല വാങ്ങിച്ചത്. ഞാൻ ബൈജുവിൻ്റെ കയ്യിൽ നിന്നാണ് 2000 രൂപ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ അത് മാത്രമേ ഞാൻ അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. വളരെ മോശമാണ് ഈ അമ്മമാരുടെ അടുത്ത് കാണിക്കുന്നത്, വളരെ മോശമാണ്. ഞാൻ നോക്കുന്ന ഡൈപ്പർ മാറ്റുന്ന ആ അമ്മേനെ ഈ പുള്ളി 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമായിരുന്നെന്ന്, കാലൊക്കെ പിടിച്ച് വലിക്കുമായിരുന്നു, ആ അമ്മേനെ പിടിച്ച് തല്ലുമായിരുന്നെന്നൊക്കെ എൻ്റെ അടുത്ത് ആ അമ്മ പറയുമായിരുന്നു. എന്നെ ഇന്നലെ എൻ്റെ അടുത്ത് ആ കാര്യങ്ങളെല്ലാം അതെ ചെവി കേൾക്കാത്തവര്, ചിലവർക്ക് സംസാരം ശരിക്കും വരത്തില്ല, എന്നാലും നമുക്ക് ശരിക്കും ഒരു ബോധമില്ല അവർക്ക്. പിന്നെ സംസാരിക്കുന്ന 2-3 പേരുണ്ട് അതിനകത്ത്. പിന്നെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു അച്ഛനുണ്ട്. ആ അച്ഛനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. മോശമായിരുന്നു. അവരൊക്കെ ചൂടാകുമായിരുന്നു പുള്ളി. അവര് പറയുന്നുണ്ട് അവർക്ക് ചൂടാകുമായിരുന്നു ഈ പുള്ളി. അതെ പുള്ളി എപ്പോഴും ഞാനിവിടെ വരുമ്പോൾ രാവിലെ വൈകിട്ട് ഉച്ചക്കൊക്കെ പുള്ളി മദ്യ. അത് ഇവരും പറയുന്നുണ്ട്. ഇവർ കണ്ടിട്ടുണ്ട് ഇത്രയുള്ള കുപ്പിയൊക്കെ മേടിച്ച് ഈ പുള്ളി അടിച്ച് കുടിക്കുന്നത്. ആ അമ്മേനെ ചോദിക്കുമായിരുന്നു. ആ എടുത്തോണ്ട് പോയ അമ്മയെടുത്ത് വായിലൊഴിച്ച് ഈ പുള്ളി കൊടുത്ത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതെ വളരെ മോശമായിരുന്നു പുള്ളിയുടെ ഇത്. പറ്റത്തില്ല ഇതുങ്ങളെ എന്നുവെച്ചാൽ ആകെ ചെറിയ റൂമുകളാണ്. സാർ വേണമെങ്കിൽ പോയി നോക്കി. ഈ വീട്ടിൽ കുഞ്ഞു റൂമുകളാണ് ഇരിക്കുന്നത് മൊത്തം. ഞങ്ങൾ തന്നെ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ 2-3 ദിവസം അവരെ നോക്കുന്നതുകൊണ്ട് അതുങ്ങൾ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും കൊണ്ടാണ് ഞാനിവിടെ കിടക്കുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ ആരുമില്ല. ഞാൻ അതുകൊണ്ട് ഇവരുടെ ഒരു ഇതിൽ ഞാനിവിടെ നിന്നതാണ്.